ക്രൈസ്തവ സമൂഹം രാജ്യത്ത് വിവേചനം നേരിടുകയാണെന്ന് സിറോ മലബാർ സഭയുടെ ഇടയലേഖനം. വന്യജീവി ശല്യം നേരിടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിലിന്റെ ഇടയലേഖനത്തിൽ വിമർശനമുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ മാർപ്പാപ്പയുടെ ഉത്തരവിൽ നിന്ന് പിന്നോട്ടു പോകാനില്ലെന്നും മാർച്ച് 10 പള്ളികളിൽ വായിക്കാനായി നൽകിയിരിക്കുന്ന ഇടയലേഖനത്തിലുണ്ട്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് എത്തിയ ശേഷം ആദ്യമായി വിശ്വാസികൾക്ക് നൽകുന്ന ഇടയലേഖനത്തിലാണ് രാജ്യത്ത് ക്രൈസ്തവ സമൂഹം നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ചുള്ള മാർ റാഫേൽ തട്ടിലിന്റെ പരാമർശം. കർഷകരും തൊഴിലാളികളും വ്യവസായികളും എല്ലാ മേഖലയിലും തഴയപ്പെടുകയാണെന്നും മലയോര മേഖലയിലെ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും വിമർശനമുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിലും സഭാ അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. സഭയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കാനുള്ള മാർപ്പാപ്പയുടെ ഉത്തരവിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. സഭാ കൂട്ടായ്മയിൽ നിലനിൽക്കാൻ മാർപ്പാപ്പയോട് വിധേയത്വം പുലർത്തണമെന്നും ഇടയലേഖനത്തിൽ പറയുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം പള്ളികളിലും ജനാഭിമുഖ കുർബാനയാണ് നിലവിൽ തുടരുന്നത്. ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന ആവശ്യമുയർന്ന ചില പള്ളികളിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് കുർബാന നിർത്തിവച്ചിരിക്കുകയാണ്. പറവൂർ കോട്ടക്കാവ് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ജനാഭിമുഖ കുർബാന തുടരണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം വിശ്വാസികൾ ഉപവാസ സമരം നടത്തി. 24 കൊച്ചി.